എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ പ്രധാനമായിട്ടും കാണേണ്ടത് യുവാക്കളാണ്. കാരണം പെൺകുട്ടികളോടൊക്കെ പ്രത്യേകിച്ച് അമ്മമാർ അല്ലെങ്കിൽ സമൂഹവും കുടുംബക്കാരുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, സ്വന്തം കാലിൽ നിൽക്കണം. പ്രത്യേകിച്ച് അമ്മമാർ അല്ലെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ കിടന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കണം. അങ്ങനെയല്ലാതെ ഭാവിയിലൊരു വിവാഹമൊക്കെ കഴിയുമ്പോൾ ഭർത്താവിനെ ആശ്രയിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നാൽ ഒരടിമ ജീവിതമായിരിക്കും നമുക്കൊക്കെ കിട്ടുക എന്നുള്ളത്. എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് പഠനത്തിൽ ഏറ്റവും നല്ല ജോലി മേടിക്കുന്നതിൽ, ഏറ്റവും കൂടുതൽ സാലറി മേടിക്കുന്നവരിൽ, ഏറ്റവും നല്ല പ്രൊഫഷനിൽ എത്തുന്നവർ ഒക്കെ ഇന്ന് കേരളത്തിൽ നോക്കിയാൽ പെൺകുട്ടികളാണ്. ആദ്യം പറഞ്ഞല്ലോ, ഇത് യുവാക്കളാണ് ഈ വീഡിയോ കേൾക്കേണ്ടത് എന്ന്. കാരണം ഇതിനിടയിൽ സംഭവിച്ചത്, സ്വന്തം കാലിൽ നിൽക്കേണ്ടത് ഒരു ആവശ്യമാണെന്നുള്ള കാര്യം പല ആൺകുട്ടികളും മറന്ന മട്ടാണ്. തന്നെയുമല്ല, അവരിൽ കുറേ അധികം ആളുകളെങ്കിലും ഇപ്പോൾ തീരുമാനിക്കുന്നത് അത്യാവശ്യം വരുമാനമുള്ള അല്ലെങ്കിൽ നല്ലൊരു പ്രൊഫഷനിലുള്ള ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം ചെയ്തതിന് ശേഷം അങ്ങനെ സാമ്പത്തികമായിട്ട് രക്ഷപ്പെടാം, സെറ്റിൽഡ് ആകാം എന്നൊക്കെയാണ്. ഇനി ഇതിൽ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുമോ, അല്ലെങ്കിൽ ഇതൊക്കെ സഹിച്ച് ആർക്കെങ്കിലും പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ പ്രായമുള്ള തലമുറയ്ക്കായിരിക്കും ഇത് ദഹിക്കാത്തത്. എന്നാൽ ഇപ്പോൾ ഉള്ള ഒരു ജനറേഷനൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം. എൻ്റെ ഒരു പരിചയക്കാരൻ്റെ നാട്ടിൽ നടന്ന ഒരു കഥയാണ്. നാട്ടിലല്ല, പുറത്താണ് പ്രധാനമായിട്ടും നടന്നതെന്ന് പറയാം. ഇവൻ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് ഗൾഫിൽ ഒരു സാധാരണ ജോലിക്ക് കുറച്ച് നാളൊക്കെ പോയി ജോലി ചെയ്ത ഒരാളാണ്. പലപ്പോഴും ആൺകുട്ടികൾ പഠനത്തിൽ പിന്നോട്ടായി പോകുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് അത്യാവശ്യം പ്രായമാകുമ്പോൾ തന്നെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരും. നേരെ മറിച്ച് ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും പഠിച്ചുകൊണ്ടിരുന്നാലും മതി, അതും ഒരു ഘടകമാണ്. ഈ പറയുന്ന പോലെ ഇവൻ പുറത്ത് പോയി അത്യാവശ്യം കുറേ വർഷങ്ങളൊക്കെ അവിടെ നിന്നെങ്കിലും ഗൾഫിലാണെന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. സാധാരണ ജോലിയാണ്, വലിയ സേവിങ്സ് ഒന്നുമില്ല. പിന്നീട് ഒരു കല്യാണമൊക്കെ ആലോചിച്ചിട്ടും നല്ല ആലോചനകളോ ഒന്നും കിട്ടുന്നില്ല. ഇവൻ തന്നെ ഗൾഫിൽ നിന്ന് മടുത്തു. എങ്ങനെയെങ്കിലും സാമ്പത്തികമായിട്ട് രക്ഷപ്പെടണം എന്നുള്ളൊരു ആഗ്രഹമാണ്, വിവാഹം കഴിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതലായിട്ട്. ഇവൻ്റെ കാര്യത്തിൽ ഈ ഗൾഫിലാണ് എന്നുള്ളൊരു പേരുകൊണ്ട് തന്നെ വിവാഹങ്ങളൊന്നും നടക്കാത്തൊരവസ്ഥ. കാരണം കാലം മാറിയപ്പോൾ ഗൾഫിലാണെങ്കിലും അവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് മാത്രമേ ഡിമാൻഡുള്ളൂ. സാധാരണ ജോലിയാണെങ്കിൽ ഗൾഫിലാണ് എന്നുള്ളൊരു പേരുകൊണ്ട് തന്നെ വിവാഹങ്ങളൊന്നും, അല്ലെങ്കിൽ വിവാഹ മാർക്കറ്റിൽ ഡിമാൻഡ് ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഗൾഫിലെ പരിപാടികളൊക്കെ നിർത്തിയിട്ട് അവിടുത്തെ ജോലിയും മടുത്തു, നാട്ടിൽ വന്നിട്ട് ഇയാൾ ബസ് ഓടിക്കുകയാണ്. ഈ ബസ് ഓടിക്കാൻ തുടങ്ങിയതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു വരുമാന മാർഗം എന്നുള്ളതല്ല, ഇയാളുടെ കുറേ ഗ്യാങ്ങിലുള്ള കൂട്ടുകാർ ഉപദേശിച്ചു കൊടുത്തതാണ്. അതായത് മഹാ തല്ലിപ്പൊളികളായിട്ടൊക്കെ നടന്നിരുന്ന ഇയാളുടെ പല കൂട്ടുകാരുമൊക്കെ ഒരു ഉത്തരവാദിത്തമെല്ലാം നടന്നിട്ട് ചില പെൺകുട്ടികളെയൊക്കെ, പ്രത്യേകിച്ച് നേഴ്സുമാരെയൊക്കെ വളച്ച് കെട്ടി വലിയ വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഒക്കെ രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്ത് പിന്നീട് ഇവരുടെ ഭർത്താക്കന്മാരായിട്ട് സ്പാസ് വിസയിലൊക്കെ പുറത്തു പോയി ആകെ സ്റ്റാൻഡേർഡൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കുന്ന കുറേ അധികം ആളുകളുണ്ട്. ഇവരുമൊക്കെ അല്ലെങ്കിൽ ഇയാളൊക്കെ ചെയ്ത് കണ്ടില്ലേ എന്നുള്ള രീതിയിൽ ഇവർ ഉപദേശിച്ചു കൊടുത്ത ഒരു മാർഗമാണിത്, ഈ ബസ് ഓടിക്കാൻ പോവുക. അതായത് പ്രധാനപ്പെട്ട കുറച്ച് ആശുപത്രികളൊക്കെ ഉണ്ട്, ആ ഒരു ബസ് റൂട്ടാണ്. ഇതിന് ഒരുപാട് റിസ്ക് ഉണ്ട്. കാരണം ഒട്ടുമിക്ക ഈ ബസ് ഡ്രൈവർമാരുടെ കാര്യം നമുക്കറിയാം, വളരെ ചെറിയ പ്രായത്തിലുള്ളവരെയാണ് ഇവർക്ക് വേണ്ടത്. കാരണം അത്യാവശ്യം പ്രായമുള്ളവരൊന്നും വെടിയും തീയും പോലെ വണ്ടി എടുത്തുകൊണ്ട് പോവില്ല. ഇങ്ങനെയുള്ളവരൊക്കെ ഈ ബസ് ഓടിച്ച് തന്നെ പല കേസിലും പെടുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് പുറത്ത് പോകാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണെങ്കിലും ഇവൻ്റെ കാര്യത്തിൽ ഇത് വർക്കായി എന്ന് പറയാം. ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ നിന്ന് കയറുന്ന ഒരു പെൺകുട്ടിയെ നോട്ടം വിട്ട് ഇവൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രണയിക്കുന്നു. അങ്ങനെ പതിയെ പതിയെ ഇവർ തമ്മിൽ സെറ്റാവുന്നു. പിന്നെ പ്രണയം കൊടുമ്പിരി കൊള്ളുന്നു എന്ന് പറയാം. നേഴ്സിംഗ് കഴിഞ്ഞ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയായിരുന്നു. അവരുടെ വീട്ടിലൊക്കെ വലിയ പ്രശ്നമായിരുന്നു. കാരണം മതം വേറെയാണ്, സാമ്പത്തിക നില വേറെയാണ്, രണ്ടുപേരുടെയും വിദ്യാഭ്യാസം തമ്മിലും വലിയ അന്തരമുണ്ട്. പക്ഷെ പ്രണയത്തിന് കണ്ണില്ല മൂക്കില്ല എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണെങ്കിലും നമ്മുടെ ഈ നായകൻ്റെ ഉദ്ദേശം നടപ്പിലായി. ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു. പിന്നീട് രജിസ്റ്റർ മാരേജ് ഒക്കെ ചെയ്തിട്ട് ഒടുവിൽ അവർ വിവാഹിതരാവുകയാണ്. പിന്നീട് അധികം വൈകാതെ ഇവർ രണ്ടുപേരും ഗൾഫിലേക്ക് പോയി. ഞങ്ങൾ ഈ കഥയൊക്കെ പറയുമ്പോൾ അതിനകത്തുള്ള ചില ഉപദേശങ്ങളൊക്കെ നല്ല രസമാണ്. അതായത് ഒരു 6 മാസത്തേക്ക് നാണവും മാനവും മാറ്റി വെക്കുകയാണെങ്കിൽ ഏത് പെണ്ണിനെ വളയ്ക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള ചില വലിയ എക്സ്പീരിയൻസ് ഉള്ള ചില ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറയുന്നില്ല. ഇതിൻ്റെ രീതികൾ, ഘട്ടങ്ങൾ കേട്ടിരിക്കാൻ നല്ല രസമാണ്. വിഷയത്തിൽ നിന്ന് മാറിപ്പോവും. എങ്കിലും എനിക്കിവിടെ ഒരു ഉപദേശം പേഴ്സണലി തരാനുള്ളത്, ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ടിപ്പുകളൊക്കെ അത് പറഞ്ഞാൽ കൊള്ളാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊരു പൂന്തോട്ടം നിർമ്മിക്കുക, ഇങ്ങനെ പലരുടെയും പുറകെ പോവാതെ. പൂമ്പാറ്റകളൊക്കെ അങ്ങോട്ട് വന്നോളും, ആ ഒരു പൂന്തോട്ടത്തിലേക്ക് വന്നോളും. അല്ലാതെ ഏതെങ്കിലും ഒരു ചിത്രശലഭത്തിൻ്റെ പുറകെ നിങ്ങളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുക, സ്വയം എന്തെങ്കിലും ആവുക, സമ്പന്നനാവുക,
വേണ്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കോളും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഗൾഫിൽ പോവുകയാണ്. ഇവന് പണ്ട് ആ ഗൾഫിൽ ഉണ്ടായിരുന്ന ഒരു സാധാരണ ജോലിയുണ്ട്, AC ടെക്നീഷ്യൻ പോലെയൊക്കെ, അതാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവര് നേഴ്സായിട്ടും കയറുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല സാലറി ഒക്കെ ഉണ്ടായിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അത്യാവശ്യം സേവിങ്സും ഉണ്ട്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് യൂറോപ്പിലേക്ക് പോകണമെന്ന് ഭയങ്കര നിർബന്ധം. അതായത് ഈ ഗൾഫിലുള്ള ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് യൂറോപ്പിലേക്കൊക്കെ പോയാൽ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അവിടെ ആപ്പിൾ പറിക്കാൻ പോയാലും ലക്ഷങ്ങളാണ് വരുമാനം എന്നൊക്കെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ പണ്ട് മുതലേ നമ്മൾ പറയുന്നതാണ്. നാട്ടിലൊരു 20,000 രൂപ കിട്ടുന്ന പോലെ ഉള്ളൂ യൂറോപ്പിലൊക്കെ 1,00,000 രൂപയ്ക്ക് തുല്യമായ, അല്ലെങ്കിൽ ഒരു 1000 പൗണ്ട് അല്ലെങ്കിൽ ഇത്ര യൂറോ, എങ്ങനെയാണെങ്കിലും. അങ്ങനെ ഇവർ യൂറോപ്പിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ്, UK ലണ്ടനിലാണ് അവർ ജോലി ചെയ്ത് താമസിക്കുന്നത്. ആ സമയമായപ്പോഴേക്കും അവർക്കൊരു കുട്ടിയൊക്കെ ആവുന്നു. പിന്നീട് ഈ കഥ ആകെ മാറുകയാണ്. ഇനി പറയാൻ പോകുന്ന കാര്യം കേരളത്തിൽ നിന്നുമൊക്കെ ഇതുപോലെ സ്പൗസ് വിസയിലൊക്കെ പോയി ജീവിക്കുന്ന ദമ്പതികളിൽ വളരെ വ്യാപകമായിട്ട് ഇന്ന് നടക്കുന്ന കാര്യമാണ്. പണ്ടൊക്കെ ഇത് അത്രമാത്രം ഒന്നും പുറത്തു വരില്ലായിരുന്നു. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പലരും മോശം അനുഭവമൊക്കെ ഉണ്ടായിട്ട് ഡിവോഴ്സ് ഒക്കെ ചെയ്തതിന് ശേഷം പലതുമൊക്കെ തുറന്നു പറഞ്ഞുമൊക്കെ ആളുകൾക്കൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ അറിയാം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള രീതിയിലാണ്. ആർക്കാണോ കായികമായ ബലമുള്ളവർ അവരാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുക. ഇന്ന് അത് മാറിയിട്ട് ഇന്ന് ആ സ്ഥാനത്ത് പണമായിട്ടുണ്ട്. അവിടെ ആണാണോ പെണ്ണാണോ എന്നുള്ളതൊന്നുമില്ല. വേർ ഈസ് മണി ദേർ ഈസ് പവർ എന്നുള്ളതാണ്. അത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിലും. അതായത് പണ്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് നേരെ തിരിച്ച് സംഭവിക്കുകയാണ്. എന്നാൽ അതിനേക്കാളുമൊക്കെ വളരെ മോശമായിട്ട്. നമ്മൾ പൊതുവെ കേട്ടേക്കുന്നത് എന്താണ്, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ, യൂറോപ്പ് എന്ന് ഒരു ഉദാഹരണത്തിന് പറയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ യൂറോപ്പിന് പുറത്തുള്ള കാനഡയിലോ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ ഒക്കെ പോയാലും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഇപ്പോൾ നേഴ്സുമാരൊക്കെ ആണെങ്കിൽ അവിടെ 3-4 ദിവസമേ ഡ്യൂട്ടി ഉള്ളൂ, ബാക്കി ദിവസമൊക്കെ വെറുതെ ഇരിക്കുകയാണെന്നൊക്കെ പറഞ്ഞാൽ, ഈ 3-4 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 12 മണിക്കൂറൊക്കെ ഒരുമിച്ച് ഡ്യൂട്ടി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഡ്രൈവിംഗ് ചെയ്ത് വീട്ടിലെത്തുമ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതും കൂടാതെ ഓവർ ടൈമും എല്ലാവരും ചെയ്യുന്നുണ്ടാവും. ഫാമിലിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഓവർ ടൈമും കൂടെ ചെയ്യാതെ ഈ കാര്യങ്ങളൊന്നും ഓടിക്കാൻ പറ്റില്ല. കാരണം അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ വീടും കാറും കാര്യങ്ങളും ഒക്കെ ലോണിലായിരിക്കും. കുട്ടികളുടെ പഠിത്തം, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേയൊക്കെ ഗവൺമെൻറ് ഫ്രീ ആണെന്നൊക്കെ പറഞ്ഞാലും താങ്ങാനാവാത്ത ചിലവുകളാണ്. പ്രത്യേകിച്ച് ഒരാൾക്ക് മാത്രമേ ഇൻകം ഉള്ളെങ്കിൽ. കുട്ടികളും കൂടെ ആയി കഴിയുമ്പോഴേക്കും ഈ ഭർത്താവിന് എന്തായാലും ജോലി ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അങ്ങനെ അയാളും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾ വരുന്ന സമയം നോക്കിയിട്ട് കൊച്ചിനെ കൈമാറി മറ്റേയാൾ പോകണം. അങ്ങനെ പോയി കഴിഞ്ഞാലും ഒരാളുടെ സാലറി അതേപടി ഒരു സെർവൻറ്റിനെ വെക്കുകയാണെങ്കിൽ അയാൾക്ക് കൊടുക്കേണ്ട അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ പ്രധാന വരുമാനമുള്ള ഒരാളെ ജോലി ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ. ഈ ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് അവിടെ പോയി ജീവിക്കുമ്പോഴുള്ള അവസ്ഥയാണ്. നമ്മുടെ നാട്ടിൽ പേരൻസ് ഒക്കെ ഉണ്ടാകും ഇതൊക്കെ നോക്കാൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവൻ ആദ്യം അവിടെ ഒരു വെയർഹൗസിൽ ഒരു സാധാരണ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ജോലി അങ്ങ് നിർത്താൻ പറഞ്ഞു. കാരണം അതിനേക്കാൾ കൂടുതൽ സെർവൻ്റ് ഒരാളെ വെച്ചപ്പോൾ അയാൾക്ക് കൊടുക്കണം. അതുകൊണ്ട് പിള്ളേരെയൊക്കെ നോക്കി വീട്ടിലിരിക്കുക. ഇന്നെല്ലാവരും ചെയ്യുന്ന അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു കുഴപ്പവുമില്ല. പണ്ട് പെൺകുട്ടികൾ ആണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, ഇന്ന് ആൺകുട്ടികൾ ചെയ്തതെന്ന് വെച്ചാൽ ഒരു പ്രശ്നവുമില്ല. പക്ഷേ പിന്നീട് പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ പലരും ഈ ലോണിലും കാര്യങ്ങളുമൊക്കെ വണ്ടിയും വീടുമൊക്കെ വാങ്ങുന്നതിന് മുമ്പ് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും പോകുന്നതും വരുന്നതുമൊക്കെ. ഇവർ ഈ പറയുന്ന ദിവസം മുഴുവൻ നീളുന്ന ഡ്യൂട്ടിയും അല്ലെങ്കിൽ ഓവർ ടൈമും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴും ആണുങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പരിചയക്കുറവുണ്ട്. അവർക്ക് പല പോരായ്മകളും അവിടെ ഉണ്ടാവും. അല്ലെങ്കിൽ കിച്ചൺ വൃത്തിയായിട്ടുണ്ടാവില്ല, പലതും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവില്ല, കുട്ടികളുടെ വസ്ത്രങ്ങൾ അലക്കിയിട്ടുണ്ടാവില്ല. അതെല്ലാം പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും. ഇതിൻ്റെ എല്ലാം പുറമെ ഈ ഭർത്താവിനോ എല്ലാം മദ്യപാനമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം കൂടെ ഉണ്ടെങ്കിൽ അവിടം കൊണ്ട് തന്നെ തീർന്നു. ഇവൻ്റെ കേസിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പതുക്കെ ഈ വൈഫിൻ്റെ ഭാവവും ഒക്കെ മാറാൻ തുടങ്ങി. കാരണം ഇവരവിടെ ജോലി ചെയ്യുമ്പോൾ അവരുടെ കൂടെ അവിടുത്തുകാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടുത്തെ ലൈഫ് സ്റ്റൈലിൽ ജീവിക്കുന്ന ഒരുപാട് വിദേശികളുമൊക്കെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് അവർ കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പലരും ഒരുപാട് വിവാഹം കഴിച്ചവരായിരിക്കും. ഇതിനും പുറമെ വേറെ റിലേഷനൊക്കെ ഉള്ളതായിരിക്കും. നമ്മുടെ ഒരു കൾച്ചറിൽ നിന്ന് മാറിയിട്ട് ഇതൊക്കെ ഒരു നോർമലായിട്ടുള്ള കാര്യം, അതിലൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഇതൊക്കെ അവരെയും സ്വാധീനിക്കും. പ്രത്യേകിച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് ഒരു കുട്ടിയും കൂടെയൊക്കെ ആകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഒരു പാർട്ട്ണറെ സ്വാഭാവികമായിട്ടും വിരസതയും അല്ലെങ്കിൽ വലിയ എക്സ്പെക്റ്റേഷനൊന്നും നടക്കാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭർത്താവിന് സാമ്പത്തികമായിട്ട് തന്നേക്കാൾ മേൽക്കോയ്മ ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും അങ്ങനെയുള്ളൊരു മടുപ്പ് വരാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പതുക്കെ ഓരോ കുത്തുവാക്കുകളും ഒക്കെ തുടങ്ങി. നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, അതായത് തൻ്റെ സ്പൗസ് വിസയിൽ വന്നിട്ട് ഈ കൊച്ചിനെ നോക്കിയിരിക്കുന്നു, ഒരു സെർവൻറ്റിനെ പോലെ പണിയെടുക്കുന്നു, അതും കൃത്യമായിട്ട് ചെയ്യുന്നില്ല, നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരു ബാധ്യതയാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ കുത്തുവാക്കുകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നു. ഇയാൾക്ക് ഒരു സമാധാനവും ഇല്ലാത്ത അവസ്ഥ. അയാളെ ജോലിക്ക് പോകാൻ സമ്മതിക്കുകയുമില്ല. കാരണം പിള്ളേരെ നോക്കാനായിട്ട് ആൾ വേണം. നേരെ മറിച്ച് ഗൾഫിലായിരുന്ന സമയത്ത് ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. യൂറോപ്പിലെ സാഹചര്യങ്ങൾ വേറെയാണ്. പിന്നീട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഭാര്യയുടെ ഒരു അവിഹിതം ഇയാൾ കണ്ടുപിടിക്കുന്നു. പൊതുവേ ഇവിടെയുള്ള അത്യാവശ്യം പ്രായമായ തലമുറയൊക്കെ എന്തായിരിക്കും ചിന്തിക്കുക? അതായത് ഭാര്യയുടെ അവിഹിതമൊക്കെ ഭർത്താവ് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ കരണത്തടി,
ഭാര്യയെ ചവിട്ടി കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പഴയ കാലത്താണ്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും, കാരണം വരുമാനവും കാര്യങ്ങളും ഒക്കെ എൻ്റെയാണ്, എൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ എൻ്റെ വിസയിൽ പോലുമാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പറ്റത്തില്ലെങ്കിൽ പറയുക, നാട്ടിലേക്ക് പോയിക്കൊള്ളുക. കൊച്ചിനെ നിയമപരമായിട്ട് മിക്കവാറും അമ്മയ്ക്ക് തന്നെ കിട്ടാനാണ് സാധ്യത. എന്നാൽ ഈ പറയുന്ന അപ്പന് കുട്ടികളോടൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവും. അതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടി സഹിച്ച് നിൽക്കുകയാണ് ഇന്ന് പല ഭർത്താക്കന്മാരും ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇയാളുടെ കാര്യത്തിൽ തന്നെ ഇത് ചോദ്യം ചെയ്തത് വലിയൊരു കുറ്റമായി. പിന്നീട് പരസ്യമായിട്ട് ഇയാളുടെ അറിവോടെ തന്നെ ഇവർ പലയിടത്തും വെച്ച് മീറ്റ് ചെയ്യുന്നു. ഇതൊക്കെ നേരിട്ട് പറയുകയാണ്, അയാളെ ആ ഒരു രീതിയിൽ ടോർച്ചർ ചെയ്യുന്ന രീതിയിൽ. എനിക്കിങ്ങനെ ഒരു റിലേഷൻ ഉണ്ട്, നിനക്ക് പറ്റത്തില്ലെങ്കിൽ നിർത്തിപ്പോയിക്കോളൂ എന്നൊക്കെയുള്ള രീതിയിൽ. ഇയാളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇയാൾക്ക് ഈ കാര്യം നാട്ടിലോ കൂട്ടുകാരോടോ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷങ്ങൾ ഇത് ആരും അറിഞ്ഞില്ല. പിന്നീട് ഇയാൾ ഒരു കടുംകൈക്കൊക്കെ ശ്രമിക്കുന്നു. പിന്നീട് സുഹൃത്തുക്കൾ വഴിയൊക്കെയാണ് തിരിച്ച് നാട്ടിലൊക്കെ എത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ ഗതികേട് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റ് മുഴുവൻ ചെയ്യുന്നത് ഈ പറയുന്ന വൈഫാണ് എന്ന് പറഞ്ഞാൽ പോലും അയാൾ തന്നെ ഈ പറഞ്ഞ സുഹൃത്തുക്കളോട് പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യയുടെ അവിഹിതം അയാൾ ഏകദേശം അംഗീകരിച്ച മട്ടായി. അയാൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷേ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല, ഇയാൾ ഒരു മനുഷ്യനാണ്. അയാൾ പലപ്പോഴും ഈ ഭാര്യയുടെ പുറകെ നടക്കുകയാണ്. അതായത് ഒന്നിച്ചുറങ്ങാൻ, അല്ലെങ്കിൽ ഇയാൾക്കും ആവശ്യങ്ങളുണ്ട്. ഈ അനീതികൾക്കൊക്കെ നേരെ കണ്ണടച്ചിട്ടും അവരുടെ നേരെ തന്നെ ദയയ്ക്ക് വേണ്ടി പുറകെ നടക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഗതികേട്. ഇങ്ങനെയുള്ള പുരുഷന്മാരും ഒരുപാടുണ്ട് എന്നുള്ളതാണ്. എങ്കിൽ പോലും ഇവർ ഇതിനൊന്നും പലപ്പോഴും സമ്മതിക്കാറില്ല. ഇതുപോലെയുള്ള എത്രയോ കേസുകൾ നമ്മുടെ നാട്ടിലും നടക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ആർക്കെങ്കിലും പുറത്ത് പറയാനായിട്ട് സാധിക്കുമോ? അതായത് നിങ്ങൾ പ്രണയിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കാമുകിമാരുടെ പുറകെ നടക്കുന്നതും അതൊക്കെ ഒരു മനോഹാരിതയാണ്. അല്ലെങ്കിൽ അതുപോലും വലിയ പ്രശ്നങ്ങളായിട്ട് പറയുന്നവരുണ്ട്. പക്ഷേ ഇതൊന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ ഒരു വിവാഹം കഴിച്ച്, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളിൽ ഒരു കുട്ടി ഉണ്ടാവും, പക്ഷേ എന്നിട്ട് അവരുടെ ഒപ്പം കിടക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ പുറകെ കെഞ്ചി നടക്കുന്ന ഭർത്താക്കന്മാരുള്ള നാടാണ് നമ്മുടെ കേരളവും. അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകുമ്പോഴും ഒക്കെ ഇത് സംഭവിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് പല വിവാഹങ്ങളുടെയും ഒക്കെ ബാക്കി കഥകൾ. അത് ഭാര്യയ്ക്ക് സാമ്പത്തികമായിട്ട് മേൽക്കോയ്മ ഉള്ളതുകൊണ്ടാണ് എന്നൊന്നും ആവണമെന്നില്ല. പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന ഭാര്യയുടെ അവിഹിതം അല്ലെങ്കിൽ ഭർത്താവിൻ്റെ അവിഹിതം അത് പണ്ട് മുതലേ ഉള്ളതാണ്. ഇപ്പോൾ കാലം തിരിച്ചടിക്കുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ആണുങ്ങളെ മുഴുവൻ അങ്ങ് വെളുപ്പിക്കാനോ ഒന്നുമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഈ കാര്യങ്ങൾ അധികം സംസാരിക്കാറില്ല, അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ പറയുന്നത്. കാരണം ഒരു പുരുഷന് തന്നെയാണ് നാണക്കേട്. നിനക്ക് കഴിവില്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അയ്യേ ബാക്കിയുള്ളവർക്കൊക്കെ ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട, അയാളെ അങ്ങ് നശിപ്പിച്ച് കളയാനായിട്ട്, അല്ലെങ്കിൽ നീ ഒരു പരാജയമാണ് എന്ന് പറയാനായിട്ട് വേറെ യാതൊരു കാര്യവും ആവശ്യമില്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് പലരും മക്കൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ വീട്ടുകാരുടെ മുമ്പിൽ മാനം കാക്കാനും സ്വന്തം അഭിമാനം കാക്കാനും ഒക്കെ വേണ്ടിയിട്ട് ഇതെല്ലാം സഹിച്ച് ജീവിക്കുകയാണ്. അതായത് ഇങ്ങനെയുള്ള അവിഹിതങ്ങൾ കൺമുൻപിൽ കണ്ടിട്ട് പോലും പ്രതികരിക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാർ ഈ യൂറോപ്പിലൊക്കെ ഇങ്ങനെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. നമ്മുടെ നാട്ടിൽ ഈ പറയുന്നയാളൊക്കെ നാട്ടിലെയൊക്കെ വലിയ വീരശൂര പരാക്രമിയൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഈ പെൺകുട്ടികളൊക്കെ വളരെ നിഷ്കളങ്കരായിട്ടുള്ളവരാണ്. ആരെങ്കിലും ഇങ്ങനെ പുറകെ നടന്ന് വളച്ചു കഴിഞ്ഞാൽ അവർ വളയും, പിന്നെ അവരെ കെട്ടി അവരുടെ ചെലവിൽ ജീവിക്കുകയാണ് പലരും എന്നൊക്കെ പറയുമ്പോൾ ആണുങ്ങളെക്കാൾ വലിയ വില്ലത്തരമാണ് ഇന്ന് പല പെണ്ണുങ്ങളും കാണിക്കുന്നത് എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലത്തെ ഒന്ന് നിരീക്ഷിച്ചാലും മനസ്സിലാവും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് മൈൻഡ് സെറ്റ് ആണോ അത് ആംപ്ലിഫൈ ചെയ്തു തരും. നിങ്ങൾക്കൊരു മോശം അഫെയറൊക്കെ തുടങ്ങണം എന്നൊക്കെ നിങ്ങൾക്കൊരു ചെറിയ ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പരിപോഷിപ്പിക്കുന്ന രീതിയിലുള്ള റീൽസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ പിന്നീട് കാണുക. ഇതിനെല്ലാം പുറമെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, പെൺകുട്ടികളാണെങ്കിലും പ്രത്യേകിച്ച് പണം ഉണ്ടാവണമെന്നില്ല, സൗന്ദര്യം ഉണ്ടായാലും മാത്രം മതി. ഇനി അതും ഇല്ലെങ്കിലും പുറകെ നടക്കാനായിട്ട് കുറേ ആണുങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇനി വിവാഹങ്ങൾ ഏറ്റവും വലിയ റിസ്ക് ആണെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ട് വിവാഹം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരാളെയും പ്രണയിക്കാതിരിക്കുകയോ ഒന്നും അല്ല ചെയ്യേണ്ടത്. നിങ്ങൾ നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തു വെച്ചാൽ അത് നിങ്ങളുടെ രക്ഷയ്ക്ക് എപ്പോഴും ഉണ്ടാവും. ഇതുപോലെയുള്ള വലിയ ദുരന്തങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അതിനെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് പണം എന്ന് പറയുന്നൊരു സാധനത്തിന് സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ആളുടെ അനുഭവത്തിലൊക്കെ ആണെങ്കിലും അയാൾ എവിടെയാണ് വീണു പോയത്? അയാൾക്ക് സാമ്പത്തികമായിട്ടൊരു നിലനിൽപ്പില്ല ഈ ഭാര്യയെ കൂടാതെ. ഇയാളൊരു റിച്ച് ആയിരുന്നു എങ്കിൽ പൊടി പുല്ല എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇറങ്ങിപ്പോരാം. അതായത് സ്വന്തമായിട്ട് ഒരു ഇൻകമോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് അവിടെ നിൽക്കാനുള്ളൊരു ഓപ്ഷനോ ഒന്നുമില്ല. ഈ ലൈഫ് ഓഫ് ജോസൂട്ടി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതിൽ ദിലീപിൻ്റെ കഥാപാത്രത്തിനൊക്കെ അവിടെ വേറൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനും ഒക്കെ സാധിക്കുന്നതൊക്കെ ആയിട്ട് സിനിമയിൽ കാണിക്കാൻ എളുപ്പമാണ്. ഇതൊന്നും റിയൽ ലൈഫിൽ നടക്കണമെന്നില്ല. ഇതിനും പുറമെ ഒരു കൊച്ചുള്ളത് കൊണ്ട് ആ കുട്ടിയെ പിരിയാനായിട്ട് ഇയാൾക്ക് പറ്റുന്നില്ല.
ആ കുട്ടിക്ക് വേണ്ടി. അതായത് നമ്മൾ ഒരുപാട് അമ്മമാർ മക്കളെ ഓർത്ത് ഈ ഭർത്താക്കന്മാരുടെ ചവിട്ടും തൊഴിയൊക്കെ കൊണ്ട് ജീവിച്ച കഥകളൊക്കെ കേട്ടാണ് നമ്മളൊക്കെ വളർന്നതെങ്കിൽ ഇന്നത് നല്ലൊരു ഭാഗവും തിരിച്ചാണ് സംഭവിക്കുന്നത്. ഈ പറയുന്ന കയ്യൂക്കിൻ്റെ കാലം കഴിഞ്ഞു, ഇന്ന് മണി പവറാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പെൺകുട്ടികളോട് പണ്ട് മുതൽ പറയുമായിരുന്നു, നിങ്ങൾ സാമ്പത്തികമായിട്ട് സ്വയം പര്യാപ്തതയിൽ എത്തണം, അല്ലെങ്കിൽ വേറൊരാളെ ആശ്രയിച്ച് നിന്നാൽ ഇന്ന പ്രശ്നങ്ങൾ വരുമെന്ന്. ഇന്നിത് ആൺകുട്ടികളാണ് മനഃപ്പാടമാക്കേണ്ടത്. നിങ്ങൾ ഒരിക്കലും സാമ്പത്തികമായിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നുണ്ടാവില്ല. നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും, പല പരിപാടികളും നോക്കി നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. എന്നാൽ ഇതിൻ്റെ എല്ലാം അവസാനം നിങ്ങൾ എങ്കിൽ പിന്നെ നല്ലൊരു ജോലിയുള്ള നല്ലൊരു പ്രൊഫഷനിലുള്ള ഒരു പെണ്ണിനെ കെട്ടിയിട്ട് പുറത്തേക്ക് പോയി അങ്ങ് രക്ഷപ്പെട്ടേക്കാം എന്ന് കരുതിയാൽ, അങ്ങനെ ജീവിക്കുന്ന, സുന്ദരമായി ജീവിക്കുന്ന നല്ലൊരു ഭാഗം ആളുകളുമുണ്ട്. പക്ഷേ അവിടെ അതിഭയങ്കരമായൊരു റിസ്ക് ആണുള്ളത് എന്ന് ഇതുപോലെയുള്ള ഒരുപാട് പേരുടെ ജീവിതങ്ങൾ നമുക്ക് കാണിച്ചു തരികയാണ്. വേറെ ചിലർ പറയും ഇതൊക്കെ കർമ്മയാണ്, ചെയ്തതിനൊക്കെ തിരിച്ചു കിട്ടുന്നതാണ്. അതായത് ഇങ്ങനെയൊക്കെ പലരെയും വളച്ച് കെട്ടി രക്ഷപ്പെടുന്നവരൊക്കെ അതിനു മുൻപേ തന്നെ പല പെൺകുട്ടികളെയും വലയിൽ വീഴ്ത്തി അല്ലെങ്കിൽ പ്രണയിച്ച് ആരെങ്കിലുമൊക്കെ തേച്ചിട്ടുണ്ടാവും. അവരുടെ കണ്ണീര് കൊണ്ടാണ് പിന്നീട് ഇവർ വിവാഹം കഴിക്കുന്ന ഭാര്യമാരിങ്ങനെ പെരുമാറുന്നത്. ഇങ്ങനെ കയ്യാലപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നവർ ഒരുപാട് കാര്യങ്ങൾ പറയും. ഇതെല്ലാം നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ എല്ലാം പറഞ്ഞ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം പാർട്ട്ണറുടെ ആണെങ്കിൽ പോലും അവരുടെ ജോലി, അവരുടെ സമ്പത്ത്, അവരുടെ പൊസിഷൻ ഇതെല്ലാം നോക്കിയിട്ട് ജീവിതത്തിൽ അങ്ങ് രക്ഷപ്പെട്ട് കളഞ്ഞേക്കാം സാമ്പത്തികമായിട്ട് എന്നൊരിക്കലും തീരുമാനിക്കരുത്. നിങ്ങൾ സ്വയം രക്ഷപ്പെടുക, അതിനുള്ള മാർഗം സ്വയം കണ്ടുപിടിക്കുക. എന്തെങ്കിലും നമുക്ക് ആയതിനു ശേഷം മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക്, വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക. കാരണം ജീവിതം മുഴുവൻ ഒരു അടിമയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് നിങ്ങൾ കുറേ കാലം കൂടെയൊക്കെ വെയിറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇനി ജീവിതകാലം മുഴുവൻ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ട ആവശ്യം വരില്ല. പലരുടെയും കേസിലൊക്കെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കുമ്പോൾ എല്ലാം അടിപൊളിയായിരിക്കും. പക്ഷേ അകമെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വെള്ള പൂശിയ കുഴിമാടങ്ങളെന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.